ദാവീദും ഗോലിയാത്തും വിശ്വാസത്തിന്റെ ജയം. ശാമുവേൽ 1 പുസ്തകം 17 അധ്യായത്തെ അടിസ്ഥാനമാക്കി പുരാതന ഇസ്രായേൽ ദേശം ഒരു യുദ്ധത്തിന്റെ നിഴലിൽ വിറങ്ങലിച്ചു നിന്ന കാലം. ഒരു വശത്ത് ദൈവജനമായ ഇസ്രായേൽ, മറ്റൊരു വശത്ത് ശക്തിയും അഹങ്കാരവും നിറഞ്ഞ ഫിലിസ്തർ. രണ്ട് സൈന്യങ്ങളും രണ്ട് മലമുകളിൽ പാളയമിറക്കി നിൽക്കുന്നു. നടുവിൽ ഒരു താഴ്വര. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഫിലിസ്തീനയുടെ പാളയത്തിൽ നിന്നൊരു ഭീമൻ മുന്നോട്ട് വരും. അവന്റെ പേര് ഗോലിയാത്ത്. ഏകദേശം 9 അടി ഉയരം, തലയിൽ ഒരു വെങ്കല തൊപ്പി, ശരീരത്തിൽ ഭാരമേറിയ കവചം, കയ്യിൽ ഭീകരമായ കുന്തം. അവൻ ഉറക്കെ വിളിച്ച് പറയും, ഇസ്രായേലിൽ ആരെങ്കിലും ധൈര്യമുള്ളവനുണ്ടോ? എന്നോട് യുദ്ധം ചെയ്യാൻ വരട്ടെ. എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടേത്, ഞാൻ ജയിച്ചാൽ നിങ്ങൾ ഞങ്ങളുടേത്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം മുഴുവനും ഭയന്നു വിറയ്ക്കും. രാജാവായ ശൗലിനും ധൈര്യമുണ്ടായില്ല. അങ്ങനെ 40 ദിവസങ്ങൾ കടന്നുപോയി. അതേസമയം ബെത്ലഹേമിൽ ഇശയായുടെ വീട്ടിൽ ഒരു യുവാവുണ്ടായിരുന്നു, ദാവീദ്. അവൻ യോദ്ധാവല്ല, ഒരു സാധാരണ ഇടയൻ, ആടുകളെ മേയ്ക്കുന്ന ചെറുപ്പക്കാരൻ. എന്നാൽ അവന്റെ ഹൃദയം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതായിരുന്നു. ഒരു ദിവസം ഈശായി ദാവീദിനോട് പറഞ്ഞു, മകനെ, നിന്റെ സഹോദരന്മാർ യുദ്ധഭൂമിയിലുണ്ട്, അവർക്കായി ഭക്ഷണം കൊണ്ടുപോവുക. ദാവീദ് അനുസരണയോടെ യാത്രയായി മരുഭൂമിയിലെത്തിയപ്പോൾ സൈന്യത്തിന്റെ ഭയം അവൻ കണ്ടു. അപ്പോഴേക്കും ഗോലിയാത്ത് വീണ്ടും മുന്നോട്ട് വന്ന് വെല്ലുവിളിച്ചു. എല്ലാവരും ഭയന്ന് പിന്മാറുമ്പോൾ ദാവീദ് അതിശയിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കാൻ ഈ മനുഷ്യനാര്? ദാവീദ് ചോദിച്ചു. അവന്റെ വാക്കുകൾ രാജാവായ ശൗലിന്റെ ചെവിയിലെത്തി. ശൗൽ ദാവീദിനെ വിളിച്ചു, നീ ഇനിയും ഒരു ബാലൻ മാത്രം. ഗോലിയാത്തോ ബാല്യത്തിൽ മുതൽ യോദ്ധാവാണ്, ശൗൽ പറഞ്ഞു. പക്ഷെ ദാവീദ് ഭയപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ സിംഹവും കരടിയും വന്ന് കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു. അതുപോലെ ഈ ഫിലിസ്തീനിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കും. ശൗൽ തൻ്റെ കവചവും വാളും ദാവീദിന് കൊടുത്തു. പക്ഷെ ദാവീദ് അത് മാറ്റിവെച്ചു. കാരണം അവൻ മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലായിരുന്നു ആശ്രയം വെച്ചത്. അവൻ ഒരു കവണയും 5 മിനുസമുള്ള കല്ലുകളും എടുത്തു. അങ്ങനെ അവൻ ഗോലിയാത്തിന്റെ നേരെ നടന്നു. ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ പരിഹസിച്ചു. കല്ലുകളുമായി ഒരു നായയുടെ അടുത്തേക്കാണോ നീ വരുന്നത്? അവൻ ചിരിച്ചു. പക്ഷേ ദാവീദിന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. അവൻ ധൈര്യത്തോടെ പറഞ്ഞു, നീ വാളുമായി കുന്തവുമായി വരുന്നു, പക്ഷേ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അങ്ങനെ ദാവീദ് തന്റെ കവണയിൽ ഒരു കല്ല് വെച്ച് ശക്തിയായി എറിഞ്ഞു. ആ ചെറിയ കല്ല് നേരെ ഗോലിയാത്തിന്റെ നെറ്റിയിൽ തട്ടി. ഭീമൻ നിലത്തു വീണു. ഒരു ചെറിയ ഇടയ ചെറുപ്പക്കാരൻ, ദൈവത്തിൽ വിശ്വസിച്ച ഒരാൾ, ഒരു രാജ്യത്തിന്റെ ഭയം അവസാനിപ്പിച്ചു. ആ ദിവസം എല്ലാവർക്കും മനസ്സിലായി, വിജയം ശക്തിയുടെയും വാളിൻ്റെയും അല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൻ്റെതാണ്. നമ്മുടെ ജീവിതത്തിൽ ഗോലിയാത്തുകൾ ഉണ്ടാകും. ഭയം, രോഗം, കടങ്ങൾ, പ്രശ്നങ്ങൾ, നിരാശ. അവ നമ്മുടെ മുന്നിൽ ഭീമന്മാരായി നിൽക്കും. പക്ഷേ ദാവീദിനെ പോലെ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ഒരു ചെറിയ കല്ല് പോലും വലിയ ജയമായി മാറും. കാരണം ദൈവത്തോടുകൂടെ നിൽക്കുന്നവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല.